സെൻസിലുമാർ ഇതാണ് അവസ്ഥ. ശരി, പ്രാഥമിക അംഗം സസ്പെൻഡ് ചെയ്തു, ഒരു പാർട്ടി പ്രവർത്തനം കൊടുക്കാൻ ഏറ്റവും വലിയ ശിക്ഷ. പക്ഷെ അതിൻ്റെ പിന്നാലെയും ആകെ പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും പൂർണ്ണാർത്ഥത്തിൽ പറയുന്നതല്ലാതെ താഴെത്തട്ടിലേക്ക് സന്ദേശം എത്തുന്നില്ലെന്ന് മാത്രമല്ല, ഈ അതിജീവിതയുടെ വായിൽ കോയിലിട്ട് കുത്തല എന്നതും മാത്രമല്ല, അധിക്ഷേപിക്കാവുന്നതിൻ്റെ പരമാവധി അധിക്ഷേപം തുടരുകയാണ് മഹിളാ കോൺഗ്രസിൻ്റെ എന്തോ സെക്രട്ടറിയോ അല്ലെങ്കിൽ ഈ പാർട്ടി അണികളോ ഈ സൈബർ ഹൂളിഗൻ സംഘമോ. നിർത്തി തെമ്മാടിത്തരം എന്നൊരു സന്ദേശം വരണം ശ്രീകുമാർ. നോക്കൂ ഹാഷ്മി, അത് കോൺഗ്രസ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം ഈ സൈബർ ഇടം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് വനിതാ നേതാക്കളെ ആക്രമിക്കുന്ന ഒക്കെ തുടങ്ങിയതും ഇത് തള്ളിപ്പറയേണ്ടത് എം വി ജയരാജൻ തള്ളിപ്പറഞ്ഞ ഓർമ്മയില്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അവരുടെ സൈബർ സെല്ലുകളെ എന്തിനാ തള്ളിപ്പറഞ്ഞത്? CPM ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നവരെ അവർ തള്ളിപ്പറഞ്ഞ് അവർക്ക് തന്നെ ദോഷമായി ബാധിച്ചു എന്നുള്ളതുകൊണ്ടല്ലേ. കോൺഗ്രസ് ഇത് ഇപ്പോഴാണ് ഇത് വന്നു തുടങ്ങിയത് തന്നെ. അത് പുലുവായി എന്ന് തോന്നിയപ്പോൾ അവരും അതിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഇത് പൊതുവായിട്ടുള്ളൊരു ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയുടെ ഘട്ടത്തിൽ വരുന്നതാണ്. ഇവിടെ നമ്മുടെ DYFIയുടെ സുഹൃത്ത് വസീഫ് എത്ര സംശുദ്ധമായ പാർട്ടിയാണ് അവരുടെ എന്ന രീതിയിലാണ് കോൺഗ്രസിനെ കുറ്റം പറയുന്നത്. കോൺഗ്രസ് അല്ല അധപ്പതനത്തിനെത്തിയത്. വസീഫ് പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ല, ശരിയാണ്. കാരണം ഈ വിഷയം ആരാ ചർച്ച ചെയ്ത്? രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണ്. ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ്? ശബരിമലത്തെ അയ്യപ്പൻ്റെ സ്വർണം കട്ടുകൊണ്ടുപോയ കേസിലെ പ്രതികളായ CPM നേതാക്കൾ ജയിലിൽ കിടക്കുന്നതാണ്. അതാണ് ചർച്ച ചെയ്യുന്നത്. ശരിയാണത്. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഇത് ചർച്ചയായി വരില്ല. ഇതാരെങ്കിലും ചർച്ച ചെയ്യുമോ ഹഷ്മി? ഇതാരെങ്കിലും ചർച്ച ചെയ്യുമോ ഹഷ്മി? ഇത് ചർച്ച ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് വ്യക്തിപരമായ രണ്ട് സ്ത്രീകളുടെ ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള ഒരു വിഷയമാണ്. അത് ആ വിഷയം കോടതിയും നിയമമൊക്കെ ആയിട്ട് ചെയ്യട്ടെ. പക്ഷേ രാഷ്ട്രീയമായിട്ട് എന്തുകൊണ്ടാണ് സമൂഹത്തിലെ അങ്ങനെ ചെറുതാക്കി കാണല്ലേ? പറയട്ടെ, അല്ലെ ഞാൻ പറയട്ടെ പ്ലീസ്. ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ മിണ്ടിയില്ല വസീഫെ. അല്ലല്ല വസീഫെ, നമ്മൾ തർക്കിക്കണം. ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ മിണ്ടിയില്ല. എനിക്ക് സംസാരിക്കാനുള്ള അവസരം തർക്കിക്കേണ്ട അല്ലല്ല. ഞാൻ ഇപ്പൊ അവസരം തന്നാൽ എനിക്ക് അവസരം തരില്ല. അല്ലല്ല, ഞാൻ ഇതാണ് പ്രശ്നം കേട്ടോ. അല്ലല്ല, ഞാൻ പറയട്ടെ. വസീഫ് പറഞ്ഞ കാര്യം എന്താണ്? വസീഫ് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വസീഫ് എന്താ പറഞ്ഞത്? ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ല, ഞങ്ങളിത് പറയുന്നില്ല, ഞങ്ങൾ വേറെ പ്രസംഗിക്കുന്നത്. കാരണം എന്താണ്? ഈ വിഷയം ചർച്ച ചെയ്യാൻ ആരെങ്കിലും ചർച്ച ചെയ്യുമോ? ഇല്ല. പക്ഷേ ഇത് ചർച്ച ചെയ്യാത്തതിന്റെ ജനം ചർച്ച ചെയ്യുന്ന വിഷയം ശബരിമലയല്ലേ? ശബരിമലയിലത്തെ സ്വർണ്ണ കട്ട കേസിൽ CPM ഇതുപോലെ പ്രതിരോധത്തിലായ പോലെ വേറെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഹഷ്മി, നിസ്സാര കാര്യമാണോ അത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി ഈ വിഷയം നീട്ടിക്കൊണ്ടുപോകുന്ന ഘട്ടമുണ്ട്. നാളെ സ്പെഷ്യൽ അന്വേഷണ സംഘം ഏതെങ്കിലും ഒരു CPM നേതാവിന് ഈ ശബരിമല കേസുമായി ബന്ധപ്പെടുത്തിയാൽ നാളെ ചർച്ച മാറും. അത് നമ്മൾ ആലോചിക്കുക. അപ്പം ഞാൻ പറയുന്നത്, ഞാൻ കോൺഗ്രസിൻ്റെ കാര്യം മാത്രമേ പറയുള്ളൂ. ഈ വക വിഷയത്തിലൊക്കെ ഹഷ്മിക്കിൻ്റെ നിലപാട് അറിയാം. ഞാൻ വീക്ഷണത്തിൻ്റെ കാര്യം പറയാൻ തന്നെ കാരണം വീക്ഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അതിൽ ഈ ഒരു വരി തെറ്റാണ്. പക്ഷേ നൽകുന്നൊരു മുന്നറിയിപ്പ്, ഒരു സന്ദേശമുണ്ട്. അതൊരു പാർട്ടി പത്രം കൊടുക്കേണ്ടതാണ്. അത് CPM പത്രവും CPI പത്രവും മുസ്ലിം ലീഗ് പത്രവും സമസ്ത പത്രവും ഓരോ സമയത്ത് എഡിറ്റോറിയൽ എഴുതിയപ്പോൾ അവരുടെ നേതൃത്വം തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ നേതാക്കൾക്ക് പറയാത്ത ചില സൂചനകൾ പത്രത്തിനെ കൊടുക്കാൻ പറ്റുള്ളൂ. അതിനാണല്ലോ പാർട്ടി പത്രങ്ങൾ എന്ന് പറയുന്നത് പ്രവർത്തകർക്ക് ഉണ്ടാകുന്ന അരക്ഷിതാവസ്ഥയിൽ നിന്നും മോചനം നേടി അവർക്ക് പ്രസംഗിക്കാനുള്ള കൊടുക്കുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ അരക്ഷിതാവസ്ഥയിലുള്ള മോചനമായിരുന്നു എഡിറ്റോറിയൽ. അല്ലാതെ പാർട്ടിയുടെ അത് പ്യൂറായി രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടുന്ന അരക്ഷിതാവസ്ഥയിൽ ഭയക്കണ്ട രാഹുലെ മുന്നോട്ടേക്ക് പോ എന്നുള്ള ആഹ്വാനമായിരുന്നു സാർ. അതിനെന്ത് പറഞ്ഞാൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.